الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിലൂടെ മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അയാളുടെ വിശ്വാസത്തിന് പുറമെ അയാൾ സ്വന്തം ജീവിതത്തിൽ നിർവഹിക്കുന്ന സുഹൃതങ്ങൾക്ക് പുറമെ അയാളുടെ ഏറ്റവും നല്ല സ്വഭാവമാണ്. മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി, കാന അഹ്സനുൻ നാസി ഖുലുഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനായിരുന്നു. ലം യകുൻ ഫാഹിഷൻ ഔ മുതഫഹിഷൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും തരത്തിലുള്ള അസഭ്യം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നയാളായിരുന്നില്ല. അങ്ങാടിയിലൂടെ ബഹളം വെച്ച് ആളുകൾക്കിടയിൽ ഒരു പ്രശ്നക്കാരനായി, കുഴപ്പക്കാരനായി മുന്നോട്ടു പോകുന്നവനായിരുന്നില്ല. മറിച്ച് അഹ്സനുന്നാസി ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവനായിരുന്നു എന്നാണ്. ഈ നമ്മുടെ സ്വഭാവം പ്രകടമാകേണ്ടത് ഒന്ന് പടച്ച റബ്ബിന്റെ മുമ്പിലാണ്. നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിന്റെ മുമ്പിൽ ഏറ്റവും നല്ല മാന്യതയുള്ള, ഏറ്റവും നല്ല സ്വഭാവത്തിൽ ഇടപെടാൻ, പെരുമാറാൻ നമുക്ക് സാധിക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളോടാണ്. ഈ ഭൂമിയിൽ ഏറ്റവും കടപ്പെട്ടത് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ ഉമ്മുക്ക 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 സുമ്മമൻ സുമ്മ അബൂക്ക, നിന്റെ ഉമ്മയോട് ഉമ്മയോട് ഉമ്മയോട്, പിന്നീട് നിന്റെ പിതാവിനോട് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നമ്മുടെ ഏറ്റവും നല്ല സ്വഭാവം നാം പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിലാണ്. നമ്മുടെ ദുഷിച്ച സ്വഭാവങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കാതിരിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിലാണ്. അതുപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലീക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവനാണ്. നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട്, മാതാപിതാക്കളോട്, കുടുംബത്തിലെ ഏറ്റവും അടുത്തവരോട് മാന്യമായി പെരുമാറുക എന്നത് നമ്മുടെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് അയൽവാസികളോട്, നമ്മളുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന നമ്മുടെ അയൽവാസികളോട്, ജാറിനോട്, നിന്റെ ഉപദ്രവത്തെ തൊട്ട് അവൻ നിർഭയനായില്ലെങ്കിൽ നീ മുസ്ലിമല്ല എന്നാണ്
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാൾക്ക് കിട്ടുന്ന 3 സൗഭാഗ്യങ്ങളിൽപ്പെട്ട ഒന്ന് ജാറുൻ സ്വാലിഹ്, നല്ല ഒരു അയൽവാസി. എന്നെ അയൽവാസിയായി കിട്ടിയത് എന്റെ അയൽവാസിക്കൊരു സൗഭാഗ്യമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ അവർക്ക് സാധിക്കുമോ? ആ ഒരു ഭാഗം, അവിടെയാണ് നമ്മുടെ സ്വഭാവം ഏറ്റവും അധികം പ്രകടമാകേണ്ട മറ്റൊരു കാര്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് ഒരു പെണ്ണിനെക്കുറിച്ച് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഇവിടെ ഒരു പെണ്ണുണ്ട്, അവര് നന്നായി നിസ്കരിക്കും, നോമ്പ് നോൽക്കും, സദഖ കൊടുക്കും, രാത്രി നിന്ന് നിസ്കരിക്കും, പക്ഷേ യുദി ജീറാനഹ ബിലിസാനിഹ, അവളുടെ നാവുകൾ കൊണ്ട് അയൽവാസികളെ ദ്രോഹിക്കും, അവളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ലാ ഖൈറ ഫീഹാ ഹിയ ഫിന്നാർ, അവളിൽ ഒരു നന്മയുമില്ല, അവൾ നരകത്തിലാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇടപെടുന്ന മുഴുവൻ മേഖലകളിലും ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആളുകളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഘടകമേതാണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തഖ്വല്ലാഹ് വഹുസ്നുൽ ഖുൽഖ്, പടച്ചറബിലുള്ള സൂക്ഷ്മത, ആ ഒരു തഖ്വ, അതോടൊപ്പം തന്നെ സൽസ്വഭാവവും. ഇത് രണ്ടുമാണ് ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയുണ്ടായി. മീസാനിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന കർമ്മം അത് ഹുസ്നുൽ ഖുൽഖാണ്. ഒരു മുസ്ലിം താനുമായി ഇടപഴകുന്ന തന്റെ സുഹൃത്തുക്കളോടും തന്റെ സഹോദരങ്ങളോടും ഏത് വിധേന പെരുമാറണം, അവിടെയും ഈ സൽസ്വഭാവം പ്രകടമാകണം. നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ ജോലിസ്ഥലത്തുള്ള, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള, നമ്മൾ പഠിക്കുന്ന ക്യാമ്പസിലുള്ള, എവിടെയെല്ലാം നമുക്ക് സുഹൃത്തുക്കളുണ്ടോ, സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, ഇവരോടെല്ലാവരോടും ഏറ്റവും മാന്യമായി, നമ്മുടെ സഹോദരങ്ങളോടും നമ്മുടെ സുഹൃത്തുക്കളോടും ഏറ്റവും നല്ല നിലയിൽ പെരുമാറണം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനുകൾ പരസ്പരം സുഹൃത്തുക്കളാണ്. ആ മുഅ്മിനുകൾ എങ്ങനെ ജീവിക്കണം? അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, 3 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അയാൾക്ക് ഈമാന്റെ മാധുര്യം നുകരാൻ പറ്റും. ഒന്ന്, അല്ലാഹുവും റസൂലുമായിരിക്കണം അയാൾക്ക് മറ്റേതിനേക്കാളും പ്രാധാന്യമുള്ളത്. 2, അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ് വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി ബഅദ അൻ ഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹ അൻ യഖ്ദഫ ഫിന്നാർ. അതായത് അവൻ ഒരാളെ സ്നേഹിക്കുന്നു, അത് അല്ലാഹുവിന്റെ പേരിലാണ് ആ സ്നേഹം. അങ്ങനെ പടച്ച റബ്ബിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്ന വിശ്വാസികൾക്കെങ്കിൽ അവർക്ക് ഈമാന്റെ മാധുര്യം കിട്ടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. 3-ാമത്തേത്, കുഫറിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ആ കുഫറിലേക്ക് മടങ്ങുന്നതിന് വലിയ വെറുപ്പോടുകൂടെ കാണുക. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഹലാവത്തുൽ ഈമാൻ കിട്ടുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ 2-ാമത്തെ പോയിന്റ്, ഒരാളെ റബ്ബിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മളുമായി സഹവസിച്ച് ജീവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളാകട്ടെ, നമ്മുടെ മറ്റാരാകട്ടെ, അവരുടെ കാര്യത്തിൽ അവരെ അങ്ങേയറ്റം സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളായ ആളുകളെ. അങ്ങനെ പരസ്പരം സ്നേഹിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിന്റെ തണൽ നമുക്ക് നൽകും. ഒരാൾ തന്റെ സുഹൃത്തിനെ കാണാനായിട്ട് പുറപ്പെട്ടിറങ്ങിയപ്പോൾ അല്ലാഹു അയാളുടെ അടുക്കലേക്ക് ഒരു മലക്കിനെ നിയോഗിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ആ മലക്ക് ചോദിച്ചു, താങ്കൾ എവിടേക്കാണ് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്റെ ഒരു സുഹൃത്തുണ്ട് ഇന്ന ഗ്രാമത്തിൽ, അയാളെ കാണാനാണ്. അയാളുടെ പക്കൽ നിന്ന് വല്ല നിഅമത്തും താങ്കൾക്ക് ലഭിക്കാനുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ്? ലാ ഗൈറ അന്നീ അഹ്ബബ്തുഹു ഫില്ലാഹി തആല, അള്ളാന്റെ മാർഗത്തിൽ ഞാൻ അയാളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് അയാളെ കാണാൻ ഞാൻ പുറപ്പെട്ടിറങ്ങിയതെന്നാണ്. ആ സന്ദർഭത്തിൽ ഈ മലക്ക് പറയാ, ഫഇന്നീ റസൂലുള്ളാഹി ഇലൈക്, ഞാൻ താങ്കളിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു റസൂലാണ്. ബിഅന്നല്ലാഹ ഖദ് അഹബ്ബക കമാ അഹ്ബബ്തഹു ഫീ, നിന്റെ സുഹൃത്തിനെ താങ്കൾ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ റബ്ബ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ അള്ളാഹു നിയമിച്ചിരിക്കുകയാണ് എന്നെ എന്ന് ആ ദൂതൻ ഈ മനുഷ്യനോട് പറയാണ്. എന്താണ് അയാൾ അവിടെ ചെയ്തിട്ടുള്ളത്? തന്റെ സുഹൃത്തിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. അയാളുടെ സമ്പത്തോടെ സൗകര്യങ്ങളോ അയാളെ കൂട്ടുപിടിച്ചാൽ നാളെ വല്ല ക്രൈസിസും ഉണ്ടാകുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്, നമുക്ക് യൂസ് ആക്കാം. ഒരു നല്ല ക്യാഷുള്ള ആളാണ്, പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടാവും ഉപയോഗിക്കാം. അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള ആളാണ്, മെഡിക്കലി എന്തെങ്കിലും നമുക്ക് എമർജൻസി വരുമ്പോൾ ബന്ധപ്പെടാം. അങ്ങനെയൊന്നുമല്ല. വിശ്വാസികൾ എന്ന നിലക്കുള്ള പരസ്പരമുള്ള ആ ഒരു സ്നേഹം സഹോദരന്മാരെ നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ അതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അള്ളാഹു അതുപോലെ നമ്മെ സ്നേഹിക്കും,
നമ്മെ ഇഷ്ടപ്പെടുമെന്നാണ് ഈ ഒരു ദൂതനെ പറഞ്ഞയച്ച് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. നമുക്കിടയിൽ സ്നേഹമുണ്ടാവുക എന്നത് വലിയൊരു കാര്യമാണ്. വല്ലദീ നഫ്സി ബിയദിഹി ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കാതെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോല. വലാ തുഅ്മിനു ഹത്താ തഹാബു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈമാനുള്ള ഇഖ്ലാസുള്ള തൗഹീദുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറയുന്ന, ശിർക്കിനെതിരെ സംസാരിക്കുന്ന, തൗഹീദ് പറയുന്ന ആളുകൾ പരസ്പരം വെറുപ്പോടെയും വിദ്വേഷത്തോടെയും പകയോടെയും ജീവിച്ചുകൂടാ. മറിച്ച് അവർക്കിടയിൽ ഇണക്കമുണ്ടാകണം. നിങ്ങൾ സ്വർഗ്ഗത്ത് പോല നിങ്ങളുടെ വിശ്വാസം ശരിയാകാതെ എന്ന് പറഞ്ഞ റസൂലുള്ളാഹ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കാൻ ഒരു മെഡിസിൻ കൂടെ ഞാൻ തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ സലാമിനെ വർദ്ധിപ്പിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഐക്യമുണ്ടായിരിക്കണം. വളരെ ഐക്യത്തോടുകൂടെ ആയിരിക്കണം മുഅ്മിനീങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അൽ മുഅ്മിൻ ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹു ബഅദാ. ഒരു മുഅ്മിനും മറ്റൊരു മുഅ്മിനും എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് പോലെയാണ്. ആ ബിൽഡിംഗിലുള്ള ഇഷ്ടികകൾ പരസ്പരം ചേർന്ന് നിന്ന് ആ ബിൽഡിംഗിന് ഉറപ്പ് നൽകുന്നത് പോലെയാണ് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുമായിട്ട് കഴിച്ചുകൂടേണ്ടതെന്ന്. അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാകുമ്പോൾ അത് നമുക്കും വേദനയാണ്. ഒരു ശരീരം പോലെ എന്ന് മറ്റൊരു ഹദീസിൽ കാണാം, കജസദിൻ വാഹിദ്, ഒരു ശരീരത്തെ പോലെ ജീവിക്കണം. നമ്മുടെ കൂടെയുള്ളവർ പട്ടിണിയിലാണോ, പ്രയാസത്തിലാണോ, രോഗത്തിലാണോ, വിഷമത്തിലാണോ, അവന്റെ വീട് ചോർന്നൊലിക്കുന്നുണ്ടോ, അവന്റെ മക്കൾക്ക് വസ്ത്രമുണ്ടോ, അവർക്ക് പഠനോപകരണങ്ങളുണ്ടോ, അവർക്ക് മെഡിസിൻ ഉണ്ടോ, ഇതെല്ലാം നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. അതെല്ലാം നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുമുണ്ട്. കാരണം ജസദിൻ വാഹിദ്, കാലിൽ ചെറിയൊരു പോറൽ ബാധിച്ച ശരീരത്തിനൊരു കുളിരുണ്ടാവും അല്ലെ, തൊടയിലൊരു കയലിളക്കുക എന്നൊക്കെ പറയാം നമ്മള് അല്ലെ, കയലെടുത്ത എന്നൊക്കെ പറയും. തൊടയിലൊരു പാടും ഒരു വേദനയൊക്കെ ഉണ്ടാവും. ശരീരം മൊത്തം ഒരു ചെറിയ പ്രയാസം ഒരു ഭാഗത്ത് ബാധിക്കുമ്പോൾ മൊത്തം അതിനോട് കൂറുപുറത്താണ്. ഇതുപോലെയായിരിക്കണം വിശ്വാസികൾ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ സഹോദരങ്ങൾ പരസ്പരം ഒറ്റ ശരീരം പോലെ ജീവിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും തന്നെ ലാ യുഖാതിഉ ഇഖ്വാനഹു വലാ യഹ്ജുറുഹും, അവർ ബന്ധം മുറിക്കരുത്, അവർ പരസ്പരം അകന്ന് നിൽക്കുകയും ചെയ്യരുത് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ യഹില്ലുൽ മുസ്ലിം യഹ്ജുറ അഖാഹു ഫൗഖ സലാസ അയ്യാം, 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കരുത് എന്നതാണ്. അവർ ആരാണോ ആദ്യം സലാം പറയുന്നത് അവരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. മൻ ഹജറ അഖാഹു സന, ഏതെങ്കിലും ഒരാൾ 1 വർഷം തന്റെ സഹോദരനുമായി പിണങ്ങി നിന്നാൽ ഫഹുവ കസഫ്കിദ്ദം ദമിഹി, അയാളുടെ ചോര ചിന്തിയതിന് തുല്യമാണ്. 1 വർഷം പിണങ്ങി നിന്നാൽ അയാളെ കൊന്നതിന് തുല്യമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ലാ തഖാതഉ, നിങ്ങൾ പരസ്പരം ബന്ധം മുറിക്കരുത്. വലാ തദാബറു വലാ തബാഗദു വലാ തഹാസദു വകൂനു ഇഖ്വാനൻ കമാ അമറകുമുല്ലാഹ്, നിങ്ങൾ പരസ്പരം വെറുപ്പും വിദ്വേഷവും മാത്സര്യവും അകൽച്ചയും പകയും അസൂയയും വെച്ച് മുന്നോട്ട് പോകരുത്. പിന്നെ എന്താണ് അള്ള കൽപ്പിച്ചതുപോലെയായിരിക്കണം നിങ്ങൾ പരസ്പരം. എന്താ അള്ള കൽപ്പിച്ചത്? കൂനു ഇഖ്വാന, നിങ്ങൾ ഇഖ്വാനുകളായിരിക്കണം, പരസ്പരം നല്ല സ്നേഹബന്ധത്തിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇയ്യാകും വദ്ദൻ ഫഇന്നദ്ദന്ന അക്ദബുൽ ഹദീസ്, നിങ്ങൾ ഊഹത്തെ വെടിയുക. ആളുകൾക്കിടയിൽ ബന്ധം വിച്ഛേദിക്കപ്പെടാൻ കാരണം ഊഹമാണ്. അവൻ അങ്ങനെ ആയിരിക്കോ ഇങ്ങനെ ആയിരിക്കോ എന്ന നമ്മുടെ ഊഹിച്ചുള്ള ചിന്തകളാണ്. ഒരുപക്ഷെ അയാൾ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല, അവൻ എന്നോട് എന്തോ ഒരു പ്രശ്നമുണ്ട്, അവൻ എന്നെ കണ്ടിട്ട് മിണ്ടിയില്ല, എനിക്ക് മുഖം തന്നില്ല, ഞാൻ സലാം പറഞ്ഞിട്ട് മടക്കിയില്ല. ഒരുപക്ഷെ അവന് വലിയ മറ്റെന്തെങ്കിലും ഒരു പരീക്ഷണത്തിലായിരിക്കാം. നമ്മുടെ വാക്ക് അയാൾ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവില്ല, അയാൾ വേറെ ശ്രദ്ധയിലായിരിക്കാം. അപ്പോഴേക്ക് നമ്മൾ ഊഹിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് അയാളെക്കുറിച്ച് ഇങ്ങോട്ട് നടത്തുകയാണ്. മനസ്സിലായല്ലേ? ഇന്നതിനായിരിക്കാം അയാൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പട്ടി കുരച്ചു വന്ന് നമ്മെ കടിച്ചുവെങ്കിൽ എല്ലാ പട്ടിയും കുരക്കുന്നത് കടിക്കാനായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ആ ഒരു നമ്മൾ മനസ്സിലുണ്ടാക്കിയെടുക്കുന്ന മുൻധാരണകളെ മാറ്റിയിട്ട് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചോദിച്ചന്വേഷിച്ച് ഉറപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സംഭവിച്ച അബദ്ധമാണ്. ഒരാൾ ഓടി വന്നിട്ട് നബിയെ ഒരു സംഘം എന്നെ ആക്രമിക്കാൻ വരുന്നു. സത്യത്തിൽ ആ സംഘം അവരെ സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം തെറ്റിദ്ധരിച്ചുപോയി. റസൂലുള്ളാഹി അവർക്കെതിരെ ഒരു സൈന്യത്തെ തയ്യാറാക്കി നിൽക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, ഒരു ഫാസിഖ് വന്ന് വല്ലതും പറഞ്ഞാൽ താങ്കൾ അത്
അങ്ങനെ വിശ്വസിക്കാതെ ഒന്ന് ഉറപ്പിക്കണം, അബദ്ധം സംഭവിക്കാതിരിക്കാനാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഊഹിച്ച് ഒരു കാര്യം പ്രസ്താവിക്കുന്നതിന് പകരം നമ്മൾ ചോദിച്ചന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തഹസ്സസു വലാ തജസ്സസു വലാ തനാഫസു വലാ തഹാസദു വലാ തബാഗദു വലാ തദാബറു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. നിങ്ങൾ പരസ്പരം തോൽപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടും മത്സരങ്ങൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാരപ്പണികൾ ചെയ്യുന്ന പ്രവർത്തനം, അസൂയയും പകയും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന രീതി ഒരിക്കലും നിങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. കൂനു ഇബാദല്ലാഹി ഇഖ്വാന. നിങ്ങൾ മുസ്ലിങ്ങളാണോ, ഈ പറഞ്ഞ ദുഷിച്ച സ്വഭാവങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവരുത്. നിങ്ങൾ ഇഖ്വാനുകളായിരിക്കണം. അൽ മുസ്ലിം അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു വലാ യഖ്ദുലുഹു വലാ യഹ്ഖിറുഹു. അവനൊരിക്കലും അവനെ അക്രമം ചെയ്യുകയോ അവന് വല്ല പരാജയം ഉണ്ടാകാൻ ആഗ്രഹിക്കുകയോ അവനെ നിന്ദിക്കുകയോ അവനെ നിസാരമാക്കുകയോ ഒരിക്കലും ചെയ്യരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് റസൂൽ പറഞ്ഞു, ബിഹസ്ബിംബ്രിഇം മിനശ്ശർ. ഒരു മനുഷ്യന് പാപമാകാൻ ഇത് മതി. ഏത് മതി? അയ്യഹ്ഖിറ അഖാഹുൽ മുസ്ലിം. ഒരു മുസ്ലിമിനെ ഒരാൾ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ, നിസാരനാക്കുക എന്ന് പറഞ്ഞാൽ, അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ മതി ഒരാൾക്ക് കുറ്റം കിട്ടാനെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഓരോ മുസ്ലിമും പരസ്പരം ഇണക്കത്തോടെയും സ്നേഹത്തോടെയുമാണ് മുന്നോട്ടു പോകേണ്ടത്. അവരുടെ ദമ്, അവരുടെ രക്തം, അവരുടെ സമ്പത്ത്, അവരുടെ അഭിമാനം ഇതെല്ലാം വളരെ പവിത്രമാണ്. അതുകൊണ്ട് നമ്മുടെ കൈകളും നമ്മുടെ നാവുകളും നമ്മുടെ പ്രവർത്തനങ്ങളും വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാളോടും ഒരു തരത്തിലുമുള്ള വിദ്വേഷമോ വെറുപ്പോ ഒന്നും തന്നെ നമുക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത എല്ലാവർക്കും അള്ളാഹുയുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഇല്ലാ റജുല, രണ്ടുപേർക്കൊഴികെ. കാനത്ത് ബൈനഹു വബൈന അഖീഹി ശഹന. അവനും അവന്റെ സഹോദരനും ഇടയ്ക്ക് വിദ്വേഷമുണ്ട് എന്നാണ്. ഓരോ രാത്രിയും കിടപ്പറയിലേക്ക് അണയുമ്പോ നമ്മുടെ മനസ്സിൽ ഒരാളോടും ഒരു വെറുപ്പോ ഒരു പിണക്കമോ ഒരു അകൽച്ചയോ എന്തെങ്കിലും ഒരു നീരസമോ ഉണ്ടാകാതെ കിടന്നുറങ്ങാൻ നമുക്ക് പറ്റിയാൽ അത് വലിയൊരു സന്തോഷ വാർത്തയാണ്. പള്ളിയിലേക്ക് കടന്നു വരുന്നയാൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോ 3 തവണയും വന്നത് ഒരു സ്വഹാബിയാണ്. പറഞ്ഞതാണല്ലോ, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. എന്താ കാരണം? ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് ആരോടും ഒരു വിദ്വേഷമോ പകയോ ഉണ്ടാവാറില്ല. സുഹൃത്തുക്കളെ, എന്തിനാണ് നമ്മൾ അസൂയ വെക്കേണ്ട ആവശ്യം? എന്തിനാണ് നമ്മൾ പക കാണിക്കേണ്ട ആവശ്യം? എന്തിനാണ് നമ്മൾ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി മത്സരിക്കേണ്ട ആവശ്യം? നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമാണ്. അതേതെങ്കിലും ഒരാളെ ടാർഗറ്റ് ചെയ്ത് അയാളെ പിന്നാലെ കൂടാൻ മാത്രമുള്ളതല്ല. ഇതിന് മാത്രം പര്യാപ്തമല്ല ഇത്. ഒരാളോടും പകപോക്കാനും പകരം വീട്ടാനും പര്യാപ്തമല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു കൊല്ലത്തിന് മുമ്പ് ഒരു ക്യാഷിന് വേണ്ടി ഒരുത്തൻ മറ്റൊരാളെ കൊന്നു. കറക്റ്റ് അതേ മറ്റവന്റെ ഡേറ്റ് ഓഫ് ഡെത്തിൽ അതിന് പകരം വീട്ടി നമ്മുടെ ഈ കേരളത്തിൽ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് മറ്റൊരാളുടെ പിന്നാലെ നമ്മൾ ശ്രദ്ധ ചെലുത്തിയിട്ട് പോണിയിലല്ല. മറിച്ച് നിങ്ങൾക്ക് എന്താണോ പടച്ച റബ്ബ് തന്നത് അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക. താഴെയുള്ളവരിലേക്ക് നോക്കുക. എല്ലാവരോടും മാന്യമായി പെരുമാറുന്നതിലൂടെ നമുക്ക് വളരെ നല്ല സന്തോഷകരമായ ഒരു ജീവിതം കിട്ടും. മാത്രമല്ല, ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ ആകാശത്തിന്റെ ഡോറുകൾ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ തുറക്കപ്പെടുകയില്ല, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ ഉഹദ്ദിസുകും ബിമാ ഹുവ ഖൈറുൽ ലക്കും മിനസ് സദഖത്തി വസ്സിയാം. നിത്യവും നോമ്പും സദഖയും കൊടുക്കുന്നതിനേക്കാൾ വലിയ പുണ്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എന്താണ്? സ്വലാഹു ദാത്തൽ ബൈൻ. രണ്ടുപേർക്കിടയിൽ ഐക്യവും ഇണക്കവും ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇണക്കം, ആ ഒരു സ്നേഹബന്ധം നമുക്കിടയിൽ ഉണ്ടായിരിക്കണം. രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന, പകല് മുഴുവൻ നോമ്പ് നോൽക്കുന്ന പുണ്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരമുള്ള ഇണക്കത്തിന്, പരസ്പരം ഇണക്കമുണ്ടാക്കുന്നതിന് ഓഫർ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, നമ്മുടെ ഈ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും സ്വീകരിച്ച നമുക്കൊക്കെയുള്ള ഒരു ലേബൽ മുസ്ലിം എന്നാണ്. മൻ സ്വല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന ഫദാലിക മുസ്ലിം. ആരാണോ നമ്മുടെ നിസ്കാരം നിസ്കരിക്കുന്നത്, നമ്മൾ ആ നിസ്കാരം നിസ്കരിക്കണം അല്ലെ. വസ്തഖ്ബല ഖിബ്ലതന, നമ്മുടെ ഖിബ്ലയെ സ്വീകരിക്കുക. നമ്മളെല്ലാവരും ഖിബ്ലയിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിക്കുന്നത്. വഅകല ദബീഹതന, നാം അറുത്തതിനെ ഭക്ഷിക്കുന്നവൻ.
അവർ മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങൾ പരസ്പരം അഹുൽ മുസ്ലിമാണ്. ആ ഒരു ഇസ്ലാമിന്റെ ഉഖൂവത്ത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ഉഖൂവത്ത് പറയുമ്പോൾ നമ്മൾ പരസ്പരം ഈമാനികമായിട്ടുള്ള ഉപദേശങ്ങൾ വേണ്ടാന്നോ, ഒരാൾ ശിർക്ക് ചെയ്യുമ്പോൾ അയാളെ തിരുത്തണ്ടാന്നോ, ഏതെങ്കിലും തരത്തിൽ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ തന്നെ പല നിലക്ക് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ആ രംഗത്ത് നമ്മൾ അവർക്ക് വേണ്ട മറുപടികളും കാര്യങ്ങളും കൊടുക്കണ്ടെന്നോ, അങ്ങനൊന്നുമില്ല. ഇതിനൊക്കെ മാതൃക കാന അഹ്സനുൻ നാസി ഖുലുഖ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് എല്ലാവരുമായി നല്ല സ്നേഹബന്ധം പുലർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തിയിട്ടുണ്ട്. ആ തെറ്റുകളുടെ ഗൗരവത്തിനനുസരിച്ച് ആ വ്യക്തിയുടെ ദീനീ ബോധത്തിനും അയാളുടെ വിജ്ഞാനത്തിനും അടിസ്ഥാനത്തിൽ പള്ളിയിൽ മൂത്രമൊഴിച്ച ആളോട് റസൂലുള്ള മാന്യമായിട്ട് പെരുമാറി. കാരണം ആറാബിയാണ്, പള്ളി എന്താണെന്ന് അറിയാത്ത ആളാണ്, അതൊന്നും വിവരമില്ലാത്ത ആളാണ്. അതിനനുസരിച്ച് റസൂൽ പെരുമാറി. എന്നാൽ യുദ്ധക്കളത്തിൽ ലാ ഇലാഹ ഉരുവിട്ടവനെ കൊന്ന സഹാബിയെ അള്ളാഹുവിന്റെ പ്രവാചകൻ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്, മുഖം ചുവപ്പിച്ചിട്ടുണ്ട്, ഗൗരവത്തോടെ തിരുത്തിയിട്ടുണ്ട്. ആ സഹാബിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ഇതിനു മുമ്പ് മുസ്ലിം ആയിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അത്രയും. കാരണം എന്താണ്? അയാൾ അറിവുള്ളവനാണ്, വിജ്ഞാനമുള്ള സഹാബിമാരുടെ പട്ടികയിൽപ്പെട്ട ആളാണ്. അയാൾ ഒരു തെറ്റിദ്ധാരണ കൊണ്ട്, അയാളുടെ ഒരു സ്വന്തം ആലോചന കൊണ്ട് യുദ്ധത്തിന് രക്ഷപ്പെടാൻ വേണ്ടി കലിമ ചൊല്ലിയതായിരിക്കാം എന്ന ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് ചെയ്ത ഇതിനെ റസൂലുള്ളാ അങ്ങേയറ്റം വിമർശിച്ചിട്ടുണ്ട്. നമ്മൾ മാന്യമായിട്ട് പെരുമാറണമെന്ന് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നീക്കുപോക്ക് വേണമെന്നല്ല, അവിടെ നസീഹത്താണെന്ന് മനസ്സിലായി. വിശ്വാസികൾ പരസ്പരം നസീഹത്തുണ്ടായിരിക്കുക എന്നുള്ള. ആരോടാ നസീഹത്ത്? അള്ളാഹിനോട്, റസൂലിനോട്. വിശ്വാസികളോട് പരസ്പരം നസീഹത്തുണ്ടായിരിക്കണം. നമ്മുടെ നസീഹത്ത് എന്താ? അവന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കണം എന്നതിനേക്കാൾ വലിയ നസീഹത്താണ് അവനും സ്വർഗത്തിലുണ്ടായിരിക്കണം, അവന് സ്വർഗം നഷ്ടപ്പെട്ടു പോകരുത് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ആ നസീഹത്ത് പരസ്പരം നമുക്കിടയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സംഹും അഫുവും ഉണ്ടായിരിക്കണം. പരസ്പരമുള്ള വിട്ടുവീഴ്ച മുസ്ലിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആൻ സ്വർഗ്ഗക്കാരുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞത് വൽ ആഫീന അനിന്നാസ്, അവർ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവരായിരിക്കുന്നുള്ള. മാ സാദല്ലാഹു അബ്ദൻ ബിഅഫുവിൻ ഇല്ലാ ഇസ്സ. ഒരാൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതിലൂടെ അയാൾക്കൊന്നും കുറയാൻ പോകുന്നില്ല. മനസ്സിലായല്ലേ? ഫുട്ബോളിന്റെ കാലാണ്, അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബക്കാണ്. അല്ലെ? ഇവിടെ കാര്യപ്പെട്ട വിഷയത്തിൽ തന്നെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം എന്ന് പറയുമ്പോ ഇവിടെ അത്ര വലിയ നമ്മുടെ ലൈഫുമായി അത്ര ചൂഴ്ന്നു കിടക്കുന്ന കാര്യങ്ങളല്ലാത്ത വിഷയങ്ങളിൽ പരസ്പരം തമ്മിത്തല്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ലജ്ജാവഹമാണ്. ഒരു മുസ്ലിമായ ആളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിവരവും പക്വതയും ഒക്കെയുള്ള ജീവിത കാഴ്ചപ്പാടും ലക്ഷ്യവുമുള്ളവനാണ് ഒരു മുസ്ലിം. എല്ലാവരെയും പോലെയല്ല. ആ ഒരു ഐഡന്റിറ്റിയും ആ ഒരു പക്വതയും ആ ഒരു കാഴ്ചപ്പാടും ആ ഒരു വിവരവും തിരിവും നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വിട്ടുവീഴ്ച ഇസ്സത്ത് അല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. ഒരാള് അള്ളാഹ്ക്ക് വേണ്ടി വിനയം കാണിച്ചാൽ ഇല്ലാ റഫഅഹുല്ലാഹ്, അവന്റെ ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്താതിരിക്കില്ല. അപ്പൊ നമ്മൾക്ക് പടച്ചവന്റെ പൊസിഷനിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊസിഷന് അതിന്റേതായിട്ടുള്ള ഒരു അതോറിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അവിടെയും നമുക്ക് വിനയവും താഴ്മയും എളിമയും എല്ലാം കാണിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇങ്ങനെ ഒരു മുസ്ലിം ഇടപെടുന്ന ഒരുപാട് മേഖലകളിൽ നമുക്ക് തിരുത്താനുള്ളതുണ്ട്, നമുക്ക് ഉൾക്കൊള്ളാനുള്ളതുണ്ട്, സ്വീകരിക്കാനുള്ളതുണ്ട്. അതെല്ലാം പഠിച്ചു മനസ്സിലാക്കിയിട്ട് യഥാർത്ഥ മുസ്ലിം ഇസ്ലാമിൽ നിങ്ങൾ സമ്പൂർണമായി പ്രവേശിക്കൂ എന്ന ആ ഒരു ഖുർആനിന്റെ കൽപ്പനയെ സാക്ഷാത്കരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലേക്കും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ പാലിക്കേണ്ട ആദാബുകളെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സ്വർഗം നേടാനുള്ള ആ ഒരു നമ്മുടെ താല്പര്യവും ശ്രദ്ധയും അതിനുവേണ്ട ചില കാര്യങ്ങളും ഓർമ്മപ്പെടുത്തിയതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് നമ്മൾ സ്വഭാവത്തിലേക്ക് ഒന്ന് ശ്രദ്ധ ചെലുത്താമെന്ന നിലക്ക് ഈ ഒരു വിഷയം എടുത്തിട്ടുള്ളത്. ഒരാളെ കാണുമ്പോൾ മുഖം വീർപ്പിച്ചുകൊണ്ടും വെറുപ്പോടുകൂടെയും നോക്കുന്നത് നമുക്കും പ്രയാസമാണ്, അയാൾക്കും പ്രയാസമാണ്. അവിടെ ഇസ്ലാം നമ്മളോട് പറഞ്ഞത് ലാ തഹ്ഖറന്ന മിനൽ മഅറൂഫി ശൈഅ വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തുലഖിൻ. നിങ്ങൾ ഒരു ആളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി ഒരു നന്മയാണ്. ആ നന്മ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, നിസാരമാക്കണം. തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയുള്ള ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, ആ പുഞ്ചിരി യഥാർത്ഥത്തിൽ സ്വതക്കയാണ്. മഹാനായ ജരീർ ഇബ്നു അബ്ദില്ല അദ്ദേഹം പറയാണ്, മാ ഹജബനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദു അസ്ലംതു
വല റആനി ഇല്ലാ തബസ്സം. അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുഞ്ചിരിക്കുന്ന വ്യക്തിയായിട്ടല്ലാതെ കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രകൃതം, ആ ഒരു സൗമ്യത, ആ ഒരു സൗന്ദര്യം, ആ മുഖത്തെ പുഞ്ചിരിയായിരുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് കാണിക്കാൻ സാധിക്കണം. നമ്മുടെ ഇഖ്വാൻ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അസ്ദിഖ, നമ്മുടെ കൂട്ടുകാർ, നമ്മളുമായി സഹവസിക്കുന്നവരോടൊക്കെയും ആ ഒരു നിലക്കുള്ള ഒരു വിനയത്തിന്റെ ഭാഗമാണ് ഒരാളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി. അതിലൂടെ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സാധിക്കും. സുറൂറുൻ തുദ്ഖിലുഹു അലാ കുല്ലി മുസ്ലിം. ആരാണ് ഏറ്റവും നല്ലവൻ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്റെ മുസ്ലിമായ സഹോദരനെ സന്തോഷിപ്പിക്കാൻ നിനക്ക് പറ്റുക എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാം? നമ്മുടെ മുഖത്ത് നോക്കിയാൽ തന്നെ ആ സന്തോഷം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അയാളുടെ മറ്റു കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഏതെല്ലാം വിധേന. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നാച്ചറുണ്ട്, എല്ലാവരും ഡിഫറന്റ് ആണ്. എന്നിരുന്നാൽ പോലും നമുക്ക് പ്രമാണത്തിൽ ഒരു കാര്യം, പുണ്യമെന്ന് പറയുമ്പോൾ നമ്മൾ ജീവിച്ച ശീലവും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ പ്രൊഫഷനും അതൊക്കെ നമുക്ക് ഒരുപക്ഷെ ദീന് പറയുന്നിടത്ത്, നമ്മൾ ഇത്തരം സൽസ്വഭാവങ്ങൾ കൊണ്ടുവരുന്നിടത്ത് നമുക്കൊരു തടസ്സമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ എത്ര ഉയരങ്ങളിലുള്ള ആളാണെങ്കിലും നമ്മുടെ ആ ഒരു എളിമയും നമ്മുടെ മറ്റുള്ളവരോടുള്ള ആ ഒരു പുഞ്ചിരിയും വളരെ ഗുണം ചെയ്യുന്ന, വളരെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വിശ്വാസികൾ, സുഹൃത്തുക്കൾ പരസ്പരം സ്നേഹവും ആദരവും ഒക്കെ കാണിക്കണമെന്ന് പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ബിർറ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുണ്യങ്ങൾ ചെയ്യുക. വതആവനു അലൽ ബിർരി വത്തഖ്വ വല തആവനു അലൽ ബിർരി അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പാപത്തിനും ശത്രുതക്കും വേണ്ടി പരസ്പരം സഹായിക്കരുത്. നിങ്ങൾ പുണ്യങ്ങളുടെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക. ഇന്ന അബറൽ ബിർരി അൻ യസില അർറജുലു വുദ്ദ അബീഹി. ഏറ്റവും നല്ല പുണ്യമെന്ന് പറയുന്നത് തന്റെ പിതാവിന്റെ, തന്റെ മാതാവിന്റെ സഹോദരങ്ങളുമായിട്ട്, അവരുടെ കൂട്ടുകാരുമായിട്ട് നല്ല ബന്ധം പുലർത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല പുണ്യകരമായിട്ടുള്ള കാര്യമാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബിർറ് കാണിക്കുക, പുണ്യങ്ങൾ ചെയ്യാൻ. എന്തെല്ലാം പുണ്യം മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിക്കുമോ, അതൊരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തിട്ടാണെങ്കിലും, ബസ്സിൽ ഒരു സീറ്റ് കൊടുത്തിട്ടാണെങ്കിലും, ഒരു ചില്ലറ അയാളെ സഹായിച്ചിട്ടാണെങ്കിലും, എന്തെല്ലാം നിലക്ക് ഒരാളെ സഹായിക്കാൻ നമുക്ക് പറ്റുമോ ആ ഒരു സഹായ മനസ്കത നമുക്കിടയിൽ പരസ്പരം ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല സൗമ്യതയും എളിമതയും ഉണ്ടാവുക. റഫീഖുൻ ബി ഇഖ്വാനിഹി. തന്റെ സഹോദരന്മാരോട് നല്ല എളിമയോടുകൂടെ പെരുമാറുക എന്നുള്ളത് വിശ്വാസികളുടെ പ്രത്യേകതയാണ്. അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ സ്വഹാബത്ത് പരസ്പരവും മുഅ്മിനീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ലുത്ഫിലായിരുന്നു, നല്ല എളിമയിലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ് റിഫ്ഖ്. ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബു റിഫ്ഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല റഫീഖാണ്, അവൻ റിഫ്ഖിനെ, എളിമയെ, താഴ്മയെ ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് തന്നെ അത്തരം സൽസ്വഭാവങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം. പരസ്പരം അസൂയ ഉണ്ടാകരുത്, പകയുണ്ടാകരുത്. വല യഅതബ് ബഅ്ദുകും ബഅ്ദ. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറയരുത്. അതുപോലെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കോലത്തിൽ തമാശയിൽ ഏർപ്പെടരുത്. മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇയാളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് സ്വന്തം മക്കളെ പോലും അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന ചില പാരന്റ്സ് ഉണ്ട്. അതൊന്നും ഒരിക്കലും ഒരു വിശ്വാസിയായ അയാൾക്ക് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അനാവശ്യമായ തർക്കങ്ങൾ വെടിയുക. വല്ല കരാറും ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് പാലിച്ച് മുന്നോട്ട് പോവുക. ഇങ്ങനെ ഒരു വിശ്വാസി തന്റെ സുഹൃത്തുക്കളോട്, തന്റെ സഹോദരങ്ങളോട്, പ്രത്യേകിച്ച് വിശ്വാസികളോട് പാലിക്കേണ്ടതായിട്ടുള്ള എല്ലാ സൽസ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും പരസ്പരം ഒഴിവാക്കേണ്ടതായിട്ടുള്ള എല്ലാ ദുസ്വഭാവങ്ങളും വെടിയുകയും, അയാൾ ജീവിച്ചിരിക്കെ അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അയാൾ രോഗിയായ അയാളെ സന്ദർശിക്കുക, അയാൾ മരണപ്പെട്ടു എന്നറിയുമ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും ഓടി വന്ന് അയാളെ സന്ദർശിച്ച് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അയാൾക്ക് വേണ്ടി നമസ്കരിച്ച് അയാളുടെ ജനാസ കബറടക്കി തസ്ബീത്തും ചൊല്ലി തിരിച്ചു പോരുക എന്നതൊക്കെ നമ്മളൊരു പരസ്പരം ഒരുമിച്ച് ജീവിക്കുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള ആദാബുകളിൽപ്പെട്ടതാണ്. വെറും ഒരു സഹകരിച്ച് ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരുമിച്ച് ജീവിക്കുക, ആവശ്യം ഉണ്ടാവുമ്പോൾ ബന്ധപ്പെടുക, ആവശ്യമില്ലെങ്കിൽ ബന്ധപ്പെടാതിരിക്കുക, അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്ന് മാറി ആത്മബന്ധം, മനസ്സറിഞ്ഞ ആ ഒരു സ്നേഹബന്ധമായിരിക്കണം നമുക്ക് ഇടയിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത്. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് വീട്ടിൽ പോയാൽ അവർ തിരിച്ചു പള്ളിയിലേക്ക് തന്നെ ഓടി വരും. എന്തിനായിരുന്നു? നബിയെ കാണാൻ. വീട്ടിലെത്തിയപ്പോൾ നബിയെ കാണാൻ കൊതിയായതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് പരസ്പരം
അങ്ങനെ ആയിരിക്കാനും വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ പരസ്പരം അടുത്തുവന്ന് സംസാരിച്ച് സലാം പറഞ്ഞ് ബന്ധം പുതുക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ നമ്മളെല്ലാവരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു വിട്ടുപുറത്തും മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം നമ്മെ എല്ലാവരെയും പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ നല്ല മുറാദുകളെ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാറ്റിലും, നമ്മുടെ സമ്പത്തിൽ, ആരോഗ്യത്തിൽ, സമയത്തിൽ, മക്കളിൽ, കുടുംബത്തിൽ എല്ലാറ്റിലും അല്ലാഹു ഖൈറും ബറക്കത്തും റഹ്മത്തും ഏറ്റി നൽകുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള മുസീബത്തുകൾ അല്ലാഹു തടുക്കുമാറാവട്ടെ. നമ്മൾ ജീവിക്കുന്ന ഈ മണ്ണിന് അല്ലാഹു ഈ സ്വാതന്ത്ര്യം, ജനാധിപത്യം ഇതിനേക്കാൾ മനോഹരമായ നിലയ്ക്ക് നിലനിർത്തി തരുമാറാവട്ടെ. രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല രാജ്യത്തിന്റെ അധികാരം തിരിച്ചു നൽകുമാറാവട്ടെ. ലോകത്തുടനീളം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസവും സമാധാനവും സ്വാതന്ത്ര്യവും നൽകുമാറാവട്ടെ. മനുഷ്യനെ കൊല്ലാകൊല ചെയ്ത് പീഡിപ്പിച്ച് അതിലൂടെ തങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള ലോകത്തുള്ള മുഴുവൻ ദുശക്തികൾക്കും പടച്ച റബ്ബ് അർഹമായ തിരിച്ചടി സമ്മാനിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ മരിച്ചു പിരിഞ്ഞവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. സാമ്പത്തികമായും ശാരീരികമായും കുടുംബപരമായും മാനസികമായിട്ടൊക്കെ വിവിധങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അല്ലാഹു എളുപ്പം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി ഖാദിൽ ഹജാത്ത്.